കേരളത്തിലെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ജനസംഖ്യ ക്രമാതീതമായി ഉയരുന്നുണ്ടോ? ഇനി ഉണ്ടെങ്കിൽ എന്താണ് കുഴപ്പം? കേരള സർവകലാശാലയിലെ ജനസംഖ്യാശാസ്ത്ര വകുപ്പ് മേധാവി ഡോക്ടർ പി മോഹനചന്ദ്രൻ നായർ, ഹിന്ദു സാമുദായിക സംഘടനാ നേതാവ് ശ്രീ രാഹുൽ ഈശ്വർ, MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ. സ്വാഗതം എല്ലാവർക്കും. സെൻകുമാർ പറയുന്നു, കേരളത്തിലെ ഇപ്പോഴത്തെ ജനസംഖ്യാ ഘടന നോക്കൂ. 100 കുട്ടികൾ ജനിക്കുമ്പോൾ 42 പേർ മുസ്ലിം കുട്ടികളാണ്. മുസ്ലിം ജനസംഖ്യ 27%. 54% ഹിന്ദുക്കളുടെ ജനനനിരക്ക് 48%-ൽ താഴെയാണ്. 19.5% വരുന്ന ക്രിസ്ത്യാനികളുടെ ജനനനിരക്ക് 15%. ക്രിസ്ത്യാനികളുടെ ജനനനിരക്ക് കുറയുമ്പോഴും ജനസംഖ്യ കുറയാത്തത് അവർ കുറെയൊക്കെ മതപരിവർത്തനം നടത്തുന്നതുകൊണ്ടാണ്. കേരളത്തിൽ ഭാവിയിൽ വരാൻ പോകുന്നത് ഏതു രീതിയിലുള്ള മാറ്റമായിരിക്കും? എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? ഇത് ഒരു ജനസംഖ്യാ ശാസ്ത്രജ്ഞനെന്ന നിലയ്ക്ക് ഞാൻ കണക്കുകൾ വെച്ചാണ് കാര്യങ്ങൾ പറയുന്നത്. കഴിഞ്ഞ 40 വർഷത്തെ സെൻസസിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ വളർച്ചാ നിരക്ക് കുറഞ്ഞു വരുന്നു. എല്ലാ സമുദായങ്ങളും കുറഞ്ഞു വരുന്നതാണ്. അപ്പോൾ ഹിന്ദുക്കളുടെ 1971 ദശാബ്ദ വളർച്ചാ നിരക്ക് 21% ഇന്ന് 2.2 കുറഞ്ഞു. അതേസമയം മുസ്ലിങ്ങളുടെ 32%, 32% ഇന്ന് 12% കുറഞ്ഞു. ക്രിസ്ത്യൻസിൻ്റെ 1.4. അപ്പോൾ നമ്മൾ കണക്കുകൾ അടർത്തിയെടുത്ത് പറയുമ്പോഴാണ് ഇത്തരം പ്രസ്ഥാനങ്ങൾ വരുന്നത്. മറ്റു സമുദായത്തിൻ്റെ വളർച്ച കുറയുന്നതനുസരിച്ച് മുസ്ലിങ്ങളും കുറയുന്നു. മലപ്പുറത്ത് മുസ്ലിങ്ങൾ മാത്രമല്ല, നമ്മൾ മറ്റുമായിട്ട് താരതമ്യം നോക്കുമ്പോൾ മലപ്പുറത്ത് ഹിന്ദുക്കളുടെയും താരതമ്യേന കൂടുതലാണ്. ആവറേജ് മലപ്പുറത്ത് മുസ്ലിം മാത്രമല്ല, മലപ്പുറത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും അത്രയും കൂടുതലല്ല. പക്ഷേ നമ്മൾ തിരുവനന്തപുരത്തോളം കേരളത്തിൻ്റെ ശരാശരിയേക്കാൾ കൂടുതലാണ്. സെൻകുമാർ പറയുന്നത് എല്ലാം അതുപോലെ തന്നെ ശരിയാണെന്ന് സമ്മതിച്ചാൽ തന്നെ എന്താണ് അതിൽ കുഴപ്പം? ഇന്ന് ഉപരാഷ്ട്രപതിയാകുന്ന ശ്രീ വെങ്കയ്യ നായിഡു സെക്കുലർ ആവരണമിട്ട് യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറയുന്നതും, ഗിരിരാജ് സിംഗ് പോലെയുള്ള BJPയുടെ മിനിസ്റ്റർ കുറച്ച് കടുപ്പത്തിൽ മാസ് സ്റ്റെറിലൈസേഷൻ വേണമെന്ന് പറയുന്നതും, സാധ്വി പ്രാച്ചി പോലുള്ളവർ കടുത്ത മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തുന്നതിൻ്റെ പിന്നിലും അടക്കം എല്ലാം ഒരൊറ്റ റീസണാണ്. അതിൻ്റെ ബേസിക് റീസൺ ഹിന്ദു ജനസംഖ്യ കുറയുന്നതും മുസ്ലിം ജനസംഖ്യ കൂടുന്നു എന്നുള്ള ചിന്തയാണ്. ഇതാണ് അതിൻ്റെ കോർ. അതിനെ പല രീതിയിൽ പല ഭംഗിയിൽ ആൾക്കാർ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇവിടുത്തെ ഗൗരവമായ വിഷയം മുസ്ലിം ജനസംഖ്യ കൂടുന്നു എന്നുള്ളതല്ല, പക്ഷേ ഹിന്ദു ജനസംഖ്യയുടെ അനുപാതം കുറയുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജനസംഖ്യ കൂടിയിട്ട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിനും പുരോഗതിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളതല്ല, മറിച്ച് നമ്മളും കൂടെ ഒന്ന് കൂടണം. അല്ല, നമ്മളും കൂടെ ഒന്ന് കൂടണം. സീരിയസ് ആയ ഒരു കണക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതും ഒരു DGPയുടെ ആണ്. ക്രിസ്ത്യാനിയായ DGP CB മാത്യൂസ്, അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് തീസീസ് കേരളത്തിലെ ആത്മഹത്യകളെ കുറിച്ചാണ്. മലയാളി ഇങ്ങനെ മരിക്കണമെന്ന രീതിയിൽ DC ബുക്സ് പുസ്തകവും ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹം സൂചിപ്പിക്കുന്നു, കേരളത്തിലെ 50% വരുന്ന ഭൂരിപക്ഷ സമുദായത്തിലാണ്. ശരിക്കും 54 എന്നൊക്കെ പറയുന്ന ഈ പരിവർത്തിതരുടെ കണക്കൊക്കെ പലപ്പോഴും വരാറില്ല. 50% വരുന്ന ഹിന്ദു സമൂഹത്തിലാണ് 80% ആത്മഹത്യകൾ, 83.7% മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പ്രശ്നങ്ങൾ, 90% കുടുംബ ഛിദ്രങ്ങൾ, ഡിവോഴ്സുകളും തകർച്ചകളും ഉണ്ടാകുന്ന ഇവിടെയാണ്. ഇതുകൊണ്ട് ഫെർട്ടിലിറ്റി റീപ്ലേസ്മെന്റ് റേറ്റ് ആയ 2.1 എത്തുന്നില്ല. 50% താഴെയിലേക്ക് ഹിന്ദു സമൂഹം പോകുന്നുള്ള സത്യമാണ്. ന്യൂനപക്ഷങ്ങൾക്ക് അമിതമായ എന്തൊക്കെയോ കൊടുക്കുന്നു എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷമാവുകയാണെങ്കിൽ ആ ഒരു ടൈറ്റിൽ കിട്ടുന്നു. ഈ കൊളാപ്സിനെ അഡ്രസ് ചെയ്യാതെ ആ കൊളാപ്സ് എന്തോ മഹത്വമാണ്. ആ കൊളാപ്സ് തിരുത്തു. ബർത്ത് റേറ്റിനെ കുറിച്ച് എന്ത് പറയുന്നു? അവിടെയാണ് ബർത്ത് റേറ്റ് 2.1 to 2.2.3% വേണ്ടേ? ഓൾ ഇന്ത്യയിൽ എത്ര ഉള്ളു? ഓൾ ഇന്ത്യ എത്ര ഉണ്ട്? നമ്മൾ കേരളം മാത്രം പറഞ്ഞാലോ 2.6 ആണ്. പക്ഷേ UP, ബീഹാർ എടുത്താൽ ഞാൻ പറയാം. ഈ പോപ്പുലേഷൻ അനലൈസ് ചെയ്തപ്പം ഹരിയാനയിലും പഞ്ചാബിലും മുസ്ലിം പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളൂ കേരളം കഴിഞ്ഞാൽ. ബാക്കി ഒരു സ്റ്റേറ്റിലും മുസ്ലിം അങ്ങനെ വലിയ ഗ്രോത്ത് റേറ്റ് ഉണ്ടായിട്ടില്ല. അവിടെ ഹിന്ദു ഗ്രോത്ത് റേറ്റ് തന്നെയാണ് ഹയർ. ഈ തകർച്ച എന്നൊക്കെ പറയും, ജനസംഖ്യ കുറയുന്നതിന് തകർച്ച എന്നല്ല, നമുക്ക് വാക്കുകൾക്ക് ഉപയോഗിക്കുക. കൊളാപ്സ് ഹിന്ദു സമുദായത്തിനല്ല, പിന്നെ മദ്യപാനവും പിന്നെ സൂയിസൈഡും ഇതെല്ലാ സമുദായത്തിലും ഉണ്ട്. അതായത് TP സെൻകുമാർ ഇതിങ്ങനെ പറഞ്ഞു, പക്ഷേ ഇത് പലരുടെയും മനസ്സിലുണ്ട്. കേരളത്തിൽ ഇതൊരു ഇഷ്യൂ അല്ല, കേരളത്തിനത് ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. നേരത്തെ നമ്മുടെ കമ്മീഷൻ പറഞ്ഞ മാതിരി തന്നെ ഇത് മുസ്ലിം ബർത്ത് റേറ്റ് ഈസ് ഓൾസോ സ്റ്റീപ്ലി ഫോളോയിങ്. മനസ്സിലായില്ലേ?
മുസ്ലിമുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും പുറകിലാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടും ഒക്കെ പുറകിലായിരുന്നു. ഒരു പിന്നോക്ക ജാതിയാണ്. അപ്പോൾ നേരത്തെ മലപ്പുറത്തെ പറഞ്ഞ അവിടെ പിന്നോക്ക ജാതിയാണ്. അപ്പോൾ പിന്നോക്ക ഡോമിനൻ്റ് ഏരിയകളിൽ ഈ ബർത്ത് റേറ്റ് കൂടുതലാണ്. ഉദാഹരണം ലാലു പ്രസാദ് യാദവിന് അല്ലേ, അപ്പോൾ അയാൾ ഹിന്ദു ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിന് ഇപ്പോൾ 9-11 കുട്ടികളുണ്ട് ഇപ്പോൾ അറ്റ് ദിസ് ടൈം. അതിൽ 10 വേണമെന്ന് രാജ്യത്ത് തന്നെ ഉണ്ട്. അപ്പോൾ എന്ത് പറ്റി ഈ സ്റ്റീപ്പ് ഫാൾ? അപ്പോൾ നമ്മൾ ഫാളിനെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഫോൾ ഇല്ല എന്ന് പറഞ്ഞാൽ മാത്രമേ ഈ ഭീതിക്ക് കാര്യമുള്ളൂ. എനിക്ക് 3 കുട്ടികൾ വേണമെന്ന് നിർബന്ധമായിരുന്നു. എനിക്ക് 3 കുട്ടികളുണ്ട്, 2 പറ്റൂല എന്ന് നിർബന്ധം. എന്താ കാര്യം ഞാൻ പറയാം. എൻ്റെ ഒരു ധാരണ എന്ന് വെച്ചാൽ 2 കുട്ടികളായിട്ട് ഒരു കുട്ടിക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ. എൻ്റെ കൺസെപ്റ്റ് അതാണ്. മനസ്സിലല്ലേ? 2 കുട്ടികളുണ്ട്, ആ കുട്ടിക്ക് ഒരു കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ എന്ത് പറ്റും എന്നുള്ളതാണ്. ഇന്ത്യയിലെ മുസ്ലിം ഗൂഢാലോചനയുടെ മുസ്ലിം ഗൂഢാലോചനയൊന്നുമില്ല. അതേസമയം എൻ്റെ 2 സിസ്റ്റേഴ്സിനും ഈ 2 കുട്ടികളുള്ളൂ. എൻ്റെ സിസ്റ്റേഴ്സിന് ഈ 2 കുട്ടികളുള്ളൂ. പക്ഷേ എൻ്റെ കൺസെപ്റ്റ് ഡിഫറൻ്റ് ആണ്. 3ാമതൊരു കുട്ടി വേണം എന്നുള്ളതായിരുന്നു അതിൽ നിന്നുള്ള കൺസെപ്റ്റ്. അത് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സാണ് 3ാമത്. പക്ഷേ ഇന്ത്യയുടെ പോപ്പുലേഷൻ അങ്ങനെ 33% വർദ്ധിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ 33% ഒരു കുട്ടി കൂടി ഉണ്ടായി. ആ കൺസെപ്റ്റ് ഇതിപ്പോൾ ലവ് ജിഹാദ് മാതിരിയോ അല്ലെങ്കിൽ പോപ്പുലേഷൻ വളർത്തുന്നത് മാതിരിയോ ആയിട്ടൊക്കെ ഒരു കൺസെപ്റ്റ് മുസ്ലിം സമുദായം അല്ലെങ്കിൽ വേറെ ഒരു ക്രിസ്ത്യൻ സമുദായമോ അവരാരൂടെ വെച്ച് പുലർത്തണമെന്നില്ല. ഇതെല്ലാം ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഞാൻ രാഹുൽ പറഞ്ഞതിനോട് യോജിക്കുന്നു. പഴയ മാൽത്തൂസിൻ തിയറി ഓർമ്മയില്ലേ? മാൽത്തൂസിൻ്റെ തിയറി അനുസരിച്ചിട്ട് എക്കണോമിക്സിലെ മേജർ തിയറി ആയിരുന്നു. അതായത് പോപ്പുലേഷൻ ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ ദി സബ്സിസ്റ്റൻസ്, അതായത് നമ്മൾ ജീവിത ഇതുകളുണ്ട്, ആവശ്യ സാധനങ്ങൾ, ഉദാഹരണം ഭക്ഷണം, കാര്യങ്ങളൊക്കെ കുറഞ്ഞു. ഏറ്റവും വലിയ ആഗോള വിപണിയായി നിൽക്കുകയാണ്. നമ്മൾ 30 ലക്ഷം പേരെ ഗൾഫിലോട്ട് വിട്ടു, അല്ലെങ്കിൽ 40 ലക്ഷം പേരെ ഗൾഫിലോട്ട് വിട്ടു. അതിപ്പോൾ ഇവിടെ ഈ പോപ്പുലേഷൻ ഉണ്ടായതുകൊണ്ടാണല്ലോ. ഡോക്ടർ, പിന്നെ ഒരു വകുപ്പ് മേധാവി മാത്രമല്ല, ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഇവിടുത്തെ പോപ്പുലേഷൻ റിസർച്ച് സെൻ്ററിൻ്റെ ഡയറക്ടറും കൂടിയാണ്. കേന്ദ്ര സർക്കാരിന് വേണ്ടി കേരളത്തിൽ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട ധാരാളം പഠനങ്ങളും ഗവേഷണങ്ങളും നടക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ജനസംഖ്യാ നിരക്ക് ഇന്ത്യൻ ശരാശരിയേക്കാൾ താഴ്ന്നതാണോ? താഴ്ന്നതാണ്. അതിനെ തുരങ്കം വയ്ക്കാനുള്ള ബോധപൂർവമായ ശ്രമം, ഇടപെടൽ ഏതെങ്കിലും വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്ന് കേരളത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതുകൊണ്ട് അത് വളരെ ദയനീയമെന്നാണ് പറയുന്നത്. 54.7 55% ഹിന്ദുക്കളുണ്ട്. അത് മറ്റത് മതം മാറി ഇതെല്ലാം കൂടെ 50 ഉള്ളൂ. ഇതൊക്കെ ഇത് പഠിക്കുന്ന ഒരാളോട് എന്നോട് പറയരുത്. നമ്മളിത് കാര്യങ്ങളെ മതപരമായും ജാതിപരമായിട്ട് കാണുന്നുള്ള കുഴപ്പമാണിത്. നമ്മൾ നാട്ടിൽ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് അറിയുന്നില്ലേ? എന്താണ് ഈ ചേഞ്ചസ് അല്ല, ഡെവലപ്മെൻറ്റ്സിനൊന്നും അറിയുന്നില്ലേ? വെറുതെ ജാതിയും മതവും പറഞ്ഞ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ല, ആർക്കാണ് ഈ ജനസംഖ്യ കൂട്ടേണ്ടത്? ഞാൻ പറയാം. മുസ്ലിം പണ്ഡിതന്മാർ കൂട്ടുന്നു പറയുന്നു, ക്രിസ്ത്യൻ ഫാദർമാർ പാതിരിമാർ കൂട്ടണം, 3-4 ആവണം, 1 എനിക്ക് എന്നൊക്കെയാണ് പറയുന്നത്. പട്ടിക്ക് വേണമെന്നാണ്. ഇതെല്ലാം കാരണം കുടുംബങ്ങളിൽ പിള്ളേരില്ല എന്നുള്ളതാണ്. പിള്ളേരുണ്ടാകണം. അത് 4-5 പിള്ളേരൊക്കെ ഒരു കുടുംബത്തിലുണ്ടെങ്കിലേ കുടുംബത്തെ അധ്വാനിക്കാൻ ആളുണ്ടാവുള്ളൂ, അപ്പനെയും അമ്മയും സംരക്ഷിക്കാൻ ആളുണ്ടാവുള്ളൂ, എല്ലാ കാര്യങ്ങൾക്കും ആളുണ്ടാവുകയുള്ളൂ. അതിന് 3-4 പിള്ളേരൊക്കെ ഉണ്ടെങ്കിലേ ബുദ്ധിയും ബോധമുള്ളതൊക്കെ കുടുംബത്തിൽ നിന്ന് വരുള്ളൂ. ഹിന്ദു ആചാര്യന്മാരും വിളിച്ചു പറയുന്നു, ഹിന്ദു ആചാര്യൻ വന്ന് 10 കുട്ടികളുണ്ടാവണം. मैंने कह दिया कि 10 बच्चा पैदा करना चाहिए. 10 प्रकार के नरकों से रक्षा पाने के लिए हमें 10 पुत्र की आवश्यकता होती है. वंश चलाने के लिए एक चाहिए, एक IAS चाहिए, एक PCS चाहिए, एक मिलिट्री में चाहिए, एक आंतरिक सुरक्षा में चाहिए, एक सामाजिक कर्म करने के लिए चाहिए, एक कृषि आदि काम करने के लिए चाहिए. और जो बचे वो हमको दे दीजिए, हम साधु बनाएंगे, उनको पढ़ाएंगे, लिखाएंगे और आपके सर्वोच्च सत्ता पर उनको बैठाने का प्रयास करेंगे. എനിക്ക് പേടിയാണ് ഇത്രയും പരസ്യമായിട്ട് മത നേതാക്കൾ ഇത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ നിയമലംഘനം നടത്തുന്നു വെച്ചാൽ. ഒരു മുസ്ലിം മത നേതാവ് പോലും കേരളത്തിൽ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. 1. 2ാമത് ഫാമിലി പ്ലാനിങ്ങിനെതിരായിട്ട് പറഞ്ഞിട്ടില്ല. കത്തോലിക്ക സഭ ഫാമിലി പ്ലാനിങ്ങിന് അഗെയിൻസ്റ്റാണ്. 10-20 വർഷങ്ങൾക്ക് മുമ്പ് പാറശാല, അന്ന് രാഹുൽ ഈശ്വർ ഇതിലൊന്നും ഇല്ലായിരുന്നു. പാറശാല കളിക്കുള്ള ഭാഗത്തൊരു വീരമാതാവിനെ 10 കുട്ടികളുള്ള ഹിന്ദുവിന് വീരമാതാവായിട്ട് അംഗീകരിച്ചു. ഇതൊക്കെ നമ്മുടെ നേടിയെടുത്ത നേട്ടങ്ങളെ പിന്നോട്ടടിക്കുന്ന രീതിയിലാണ്.
അപ്പോൾ ആരാണ് ഇതിനകത്ത് ഇരയാവുന്നതെന്നുള്ളതാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട പാവങ്ങളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. എത്ര ഇവരൊക്കെ ആഹ്വാനം ചെയ്താലും ഈ ആഹ്വാനം ഏതെങ്കിലും തരത്തിൽ വിദ്യാഭ്യാസമുള്ളവരും സമ്പന്നനും ഇത് ബാധിക്കില്ല. അവൻ അത് ചെയ്യത്തില്ല. അവൻ അവൻ്റെ ഡെവലപ്മെന്റ് വികസനം മാത്രമേ നോക്കത്തുള്ളൂ. 2 കുട്ടികൾ അവന് നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുത്താൽ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അവനവൻ്റെ സമുദായത്തിലെ മതവിഭാഗത്തിലെ സ്ത്രീകൾ കൂടുതൽ പ്രസവിക്കണമെന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ പ്രസവിക്കത്തൊന്നുമില്ല, കാലം മാറി. ഹിന്ദു സമുദായത്തിൽ വേറെ വലിയൊരു പ്രശ്നമുണ്ട്. അതെന്താണെന്നറിയോ? ഒന്ന്, ഈ ജാതകം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണം വടക്കേ ഇന്ത്യയിലൊക്കെ ലക്ഷക്കണക്കിന് ഹിന്ദു സ്ത്രീകൾ കല്യാണം കഴിക്കാതിരിക്കുന്നുണ്ട്. ഈവൻ കേരളത്തിൽ ഞാൻ കണ്ടിട്ടുള്ള എന്താണ്, ഹിന്ദു സ്ത്രീകളാണ് 30-40 വയസ്സ് വരെ ഇരിക്കുന്നത്. സാമ്പത്തിക വിഷയങ്ങൾ, സ്ത്രീധനം, മറ്റു പറഞ്ഞ വിഷയങ്ങൾ കാരണം കല്യാണം കഴിക്കാതിരിക്കുന്നത്. രണ്ടാമത്, ഹിന്ദു റീമാരേജ് കുറവാണ്. മുസ്ലിങ്ങൾക്ക് റീമാരേജ് ഉണ്ടാവും ഇമ്മീഡിയറ്റ്ലി. നേരത്തെ പറഞ്ഞ ഡിവോഴ്സ് മാതിരിയുള്ള കാര്യങ്ങളിൽ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തിരുവനന്തപുരത്ത് ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞ ആവറേജ് കുട്ടികളുടെ എണ്ണം 1.5 അതായത് 2 കുട്ടികളില്ല. അപ്പോൾ 1 പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് കൂടി വരാൻ നമ്മൾ പിന്നെ ഈ നേരത്തെ പറഞ്ഞ റീപ്ലേസ്മെൻറ്റ് ലെവൽ ഓഫ് ഫെർട്ടിലിറ്റി 88, 87, 88 നമ്മൾ നേടിക്കഴിഞ്ഞു. അന്ന് പറഞ്ഞു ഇതാ കേരളം പോകുന്നു ഒറ്റക്കുട്ടിയിലേക്ക്. 10-30 വർഷമായി ആയിട്ടില്ല. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് ഈ രാജ്യം നന്നാകാനൊന്നും വേണ്ടിയല്ല, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. എന്നോട് ചില നോർത്ത് ഇന്ത്യക്കാരെ പറഞ്ഞിട്ടുണ്ട് 2021 മുസ്ലിം മലപ്പുറം വേറൊരു സംസ്ഥാനം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വട്ടാണ്. കാര്യം അവർ ഈ 2021 പറയുന്ന 1921 കലാപം ഓർപ്പിക്കാനാണ്. പക്ഷേ ഈ ഇതാണ് എൻ്റെ സത്യം. ഞാൻ ബ്ലണ്ടായിട്ട് പറയുകയാണ്, മലപ്പുറം വേറൊരു സംസ്ഥാനമായിട്ട് രൂപപ്പെടും. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മലപ്പുറത്തെ കുറിച്ച് അറിയില്ല. വേറൊരു രാജ്യം ആദ്യ സംസ്ഥാനം ഡിമാൻഡ് ചെയ്യും. അതായത് EMS ഡിസ്ട്രിക്ട് അനുവദിച്ചു കൊടുത്തു, വേറൊരു സംസ്ഥാനവും രാജ്യവും. TP സെൻകുമാറിൻ്റെ ഈ പിന്നെ പരാമർശം വന്നതിന് ശേഷം വന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത്. മലപ്പുറത്ത് SP ആയിരുന്ന K. സേതുരാമൻ ഇട്ടിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണിത്. അദ്ദേഹത്തിൻ്റെ വാക്ക് ഇങ്ങനെയാണ്: ഇറ്റ് വിൽ മേക്ക് കേരള ബെറ്റർ പ്ലേസ് ടു ലിവ് ഇൻ. അതായത് മുസ്ലിം ജനസംഖ്യ കൂടിയാൽ എന്താ കുഴപ്പം? അത് കേരളത്തെ കുറച്ചുകൂടി ജീവിക്കാൻ കൊള്ളാവുന്ന സ്ഥലമാക്കി കേരളത്തിൽ മുസ്ലിം ജനസംഖ്യ കൂടിയാൽ എന്നാണ്. മുസ്ലിമുകൾ എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൽപ്പെട്ടവരാണ്. അതല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിലല്ലേ? അവർ പണ്ട് തന്നെ കർഷകരായിരുന്നു ഇവിടെ. അതിനുശേഷം അവർ ട്രേഡേഴ്സായി. അതിനുശേഷം അവർ ഗൾഫിൽ പോയി. ഇപ്പോൾ അവർ ഡോക്ടർമാർ, എഞ്ചിനീയർമാരൊക്കെ ആയി. അപ്പോൾ അതൊരു വേസ്റ്റ് ജനസംഖ്യയൊന്നുമല്ല. ഇപ്പം മുസ്ലിം പെൺകുട്ടികളും വന്നിരിക്കുന്നു രംഗത്ത്, ഡോക്ടർമാർ, എഞ്ചിനീയറൊക്കെ വേണ്ടി. അതുകൊണ്ടൊരു കുഴപ്പം അതിൽ സംഭവിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വളരെ കറക്റ്റാണ്. പിന്നെ നമ്മളിങ്ങനെ യുദ്ധകളത്തിൽ നിൽക്കുമ്പോൾ പണ്ട് അക്ഷൗണിമാരി അറിയാലോ, 9 അക്ഷൗണി ഇപ്പുറത്തെ വശത്ത് ഞങ്ങളുടെ അടുത്ത് 11 അക്ഷൗണി. അപ്പോൾ മുസ്ലിമുകൾ 11 അക്ഷൗണി, ഞങ്ങൾ 9 അക്ഷൗണി. യുദ്ധരംഗം അല്ലല്ലോ, ഇതൊരു യുദ്ധക്കളമല്ല. പ്രത്യേകിച്ച് അവിടെയാണ് ഇത്തരത്തിൽ TP സെൻകുമാറിനെ പോലെയൊക്കെ ഉള്ള ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ അത് കേരളത്തിൽ ഉണ്ടാക്കുന്ന ഇംപ്ലിക്കേഷൻ എന്താണ്? TP സെൻകുമാറിനൊപ്പം ഒരു സ്റ്റേറ്റിൻ്റെ DGP ആയിരുന്ന ആൾ പറയുമ്പോൾ അത് കൂടുതൽ ശ്രദ്ധയായിരിക്കും. അത് അങ്ങനെ അല്ലേ എന്ന് ജനങ്ങളൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനും അത് കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. ഇൻ്റലക്ച്വൽ വിടുവായുത്തം പറയാനാണ് സെൻകുമാർ ചെയ്തിട്ടുള്ളത്. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ടുള്ള സെൻകുമാർ ഇപ്പോഴും ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. എന്താ കാരണം അറിയോ? ഹി ഈസ് ഡ്രോയിങ് എ പെൻഷൻ. ആൻഡ് ഇതുമാതിരിയുള്ള ക്ലാസിഫൈഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയുന്നുണ്ടാവും. Maybe there is an IS in this thing over here, അല്ലെങ്കിൽ maybe there is a conspiracy on the part of the Muslim community to overpopulate the state of Kerala. എന്തോ ഉണ്ടാവും, മനസ്സിലല്ലേ? ലവ് ജിഹാദ് ഇതൊക്കെ ഉണ്ടാവും. ഇതൊന്നും ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ഇക്കണക്കിന് പോവുകയാണെങ്കിൽ റിട്ടയർഡ് IB ഓഫീസർമാരുടെ ചീഫും റിട്ടയർഡ് ഹോം മിനിസ്റ്റേഴ്സും ഒക്കെ ഇരുന്ന് രാജ്യത്തുള്ള കാര്യങ്ങളെല്ലാം വിളിച്ചു പറയാൻ തുടങ്ങുകയാണെങ്കിൽ രാജ്യത്ത് ഇതുണ്ടാവുമോ? സോ കുറച്ചും കൂടെ ഈ ഉദ്യോഗസ്ഥരുണ്ടോ, അതായത് പ്രത്യേകിച്ച് വലിയ പോസ്റ്റുകളിൽ ഇരിക്കുന്നവരൊക്കെ, ഫോർ എക്സാമ്പിൾ ഹീ കൻ നോ ആഫ്റ്റർ സംശയം ഒരു ഭയങ്കര പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാകുമ്പോണ്ട് കേരളത്തിൽ മുസ്ലിമുകളാണ് ഭൂരിപക്ഷം കൊണ്ട് യു ക്യാൻ റേസ് അല്ല. അപ്പോൾ ആ പോയിന്റിൽ സെൻകുമാറിനെ നമുക്ക് അപലപിച്ചേ പറ്റൂ ഈ ചർച്ചയിൽ. ഈ ഹിന്ദു മുസ്ലിം ഹൈഫനേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അതാണ് ഇഷ്യൂ. ഏതെങ്കിലും രീതിയിൽ മുസ്ലിമിനെ കുറ്റം പറയുന്നത് ഇപ്പുറത്ത് ഹിന്ദുക്കളെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയാണ്. മറിച്ച് ഹിന്ദു സമൂഹത്തിന് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. എന്നോടൊരു CPI നേതാവ് ചോദിച്ചു, നിങ്ങളുടെ ഇടയിൽ ആത്മഹത്യ കൂടുതൽ ഉണ്ടാകുന്നത് ISIS കൂടാലോ നടത്തിയിട്ടാണോ? ഞാൻ പറഞ്ഞു അല്ല, ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നമാണ്. ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ ഞങ്ങളുടെ ഇടയിൽ ഒരു നറേറ്റീവോ കാര്യങ്ങളോ ഇല്ല. ഈ അടുത്തിടയ്ക്ക് വന്ന രസകരമായ സാധനം എന്തെങ്കിലും രീതിയിലുള്ള കൂട്ടായ്മയ്ക്ക് സാറ് പറഞ്ഞതിനോട് 100% യോജിക്കുക. അതായത് മുസ്ലിം സമൂഹം ഒത്തുകൂടുന്ന വെള്ളിയാഴ്ചയിലാണ്, എന്ത് കേൾക്കാനാണെങ്കിലും ഒരുമിച്ച്. ക്രിസ്ത്യൻ സമൂഹം ഒത്തുകൂടുന്നത് ഞായറാഴ്ചയാണ്, അവർക്ക് വിവാഹപൂർവ്വ വിദ്യാഭ്യാസവും കാര്യങ്ങളും ഉണ്ട്. ഹിന്ദുക്കൾ ഒത്തുകൂടുന്നത് വല്ലപ്പോഴും അന്നദാനത്തിന് വേണ്ടി മാത്രമാണ്, അതും വീട്ടിൽ ആഹാരം ഉണ്ടാക്കണ്ടല്ലോ എന്ന് പറഞ്ഞു പോവാ. മുസ്ലിം സമുദായത്തിന് വേണ്ടി നിങ്ങളെ തെറ്റായ ധാരണയാണ്. മുസ്ലിം സമുദായത്തിൽ ഒരു തരത്തിലുള്ള കൺട്രോളും മതപണ്ഡിതന്മാർക്കില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങോട്ട് പോയിട്ടില്ല. ഇതല്ലേ അങ്ങനെ
ഗൈഡൻസ് അല്ല ഒരു ഗൈഡൻസും ഇല്ല, ഒരു ഗൈഡൻസും ഇല്ല. ഞാൻ പറയാം. വെള്ളിയാഴ്ച പള്ളിയിൽ അവരെന്തൊക്കെ പറയും, കുറെ പേര് കിടന്നുറങ്ങുന്നുണ്ടാവും, കുറെ പേര് അതായത് ഡയറക്റ്റ് മറ്റേത് അച്ഛൻ്റെ അടുത്ത് ഡയറക്റ്റ് ആണ്. ഇതെങ്ങനെ ഇതൊരു കമ്മ്യൂണിയന്മാർ കുറെ ആൾക്കാർ കൂടും, അവരെല്ലാം ലേറ്റ് ആയിട്ട് വരും, ഇത്രയല്ല കുറെ പേര് ഇത്രേ, എന്നിട്ട് പകുതി കേൾക്കൂല, അവരിറങ്ങിപ്പോകും. പിന്നെ പല സ്ഥലങ്ങളിലും അറബിയിലാണ്, അറിയാലോ ഇതൊക്കെ നടക്കുന്നത് അറബിയിലാണ്. മുൻകാലങ്ങളിൽ ഞങ്ങളൊക്കെ ഞങ്ങളെ പൂർവികർ പോരാടിയിട്ടാണ് മലയാളത്തിലാക്കിയത്. മുമ്പ് ഇവർ അറബിയിൽ വന്നിട്ട് സംസ്കൃതത്തിൽ ബ്രാഹ്മണർ മൂപ്പരൊക്കെ പണ്ടങ്ങനെയാണല്ലോ, മൂപ്പർ മലയാളം സംസാരിച്ചു, മൂപ്പർ പൂർവികർ സംസ്കൃതത്തിലായിരുന്നു. അപ്പോൾ സംസ്കൃതത്തിൽ ശ്ലോകങ്ങൾ അടിച്ചു വിടുന്ന മാതിരി ഇവിടെ കുറേ പേര് അറബിയിൽ കുറേ അടിച്ചുവിടും, ആരും കേൾക്കില്ല. മുസ്ലിം സമുദായത്തിൽ അങ്ങനെ ഒരു ഗൈഡൻസ് സിസ്റ്റമേ ഇല്ല. വെള്ളിയാഴ്ച ഒന്ന് തല കാണിക്കും പള്ളിയിൽ, അതിലപ്പുറത്തോട്ട് ഒരു പരിപാടി അങ്ങനെ പോലും ഞങ്ങൾക്കില്ല. അമ്പലത്തിൽ പോകുന്നു, അമ്പലത്തിൽ നിന്ന് പൂജാരി ഇങ്ങനെ അങ്ങ് ഇവിടത്തെ പൂജാരിമാര് കഴിയുന്നത്ര ആൾക്കാരെ അകറ്റി നിർത്തുകയും തങ്ങൾ ദിവ്യന്മാരാണെന്ന് ഇൻഡയറക്ട്ലി സ്ഥാപിക്കുകയും ചെയ്യാൻ നോക്കുകയാണ്. യുവർ ഫ്രം ആന്ധ്ര. രാഹുൽ ഈശ്വർ നമ്പൂതിരി അല്ല മൂപ്പര്, അത് നിങ്ങൾക്ക് തെറ്റായ ധാരണയാണ്. മൂപ്പര് തെലുഗു റാമണ്ണ. അപ്പോൾ ഒരു റാവു കിടന്നോട്ടെ, എനിക്ക് കുഴപ്പമില്ല. അവിടെ നിങ്ങൾക്ക് സംഘടനകളുണ്ട്, ഇതില്ലേ ആന്ധ്ര മഹാസഭയില്ലേ, ഇല്ലേ? അവിടെ റെഡ്ഡി ഹോസ്റ്റലുകളുണ്ടല്ലോ അവിടെ. അത് അപ്പൊ നിങ്ങൾ കാസ്റ്റ് ബേസ്ഡ് ആണ്. അപ്പൊ കാസ്റ്റ് സംഘടന NSS ഉണ്ട്, SNDP അല്ല. അപ്പൊ സംഘടന മറ്റൊരു സംഘടിതമാണ്, ഞങ്ങൾ അസംഘടിതമാണെന്ന് പറഞ്ഞാൽ ശരിയല്ല. ഇത് കാസ്റ്റ് ബേസിസിൽ സംഘടിതമാണ്, പിടിയിട്ടില്ലേ? അപ്പൊ വളരെ പവർഫുൾ ആണ്. ആന്ധ്ര കമ്മാസഭയൊക്കെ അറിയാലോ. റിസർവേഷൻ പറഞ്ഞ അടികൂടും, ദൈവങ്ങളുടെ കാര്യം പറഞ്ഞ അടികൂടും. പകരം മുസ്ലിം അപരത്വം ഉണ്ടാക്കി ഈ അഹം ബ്രഹ്മാസ്മി തത്വമസി ലോകാസമസ്ത സൂന പോകുന്നു എന്നൊക്കെ പറയും. അപ്പുറത്തിരിക്കുന്ന ബീഫ് കഴിച്ച അവസാനം പോകാനും പറയും. ഇത് കേൾക്കുമ്പോൾ ആരെങ്കിലും ഞാനൊരു മതേതരനാണെന്ന് വിചാരിക്കരുത്.